സോഷ്യൽ മീഡിയയിൽ തന്നെ ജീവിക്കുന്നവരാണ് കൃഷ്ണകുമാറിൻ്റെ 4 മക്കളെന്ന് പറയാം. അവർ 4 പേരും അവരുടെ അധ്വാനം എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലാണ് നൽകുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് ആയതിനു ശേഷം അവരുടെ കയ്യിൽ കിട്ടുന്ന കാശിൻ്റെ കണക്കുകളൊന്നും തന്നെ ചോദിക്കാറില്ലെങ്കിലും നല്ല രീതിയിൽ വരുമാനമുള്ളൊരു കുടുംബമായി ഇത് വേഗം മാറുകയും ചെയ്തു. ഇപ്പോഴിതാ ഇതിലേറ്റവും ചെറിയ ഹൻസിക ഉൾപ്പെടെ ഈ വീട്ടിലെ മിക്ക സ്ത്രീകളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞെത്തിയിരിക്കുന്ന ഒരു യുവാവിൻ്റെ വീഡിയോ ആണ് വൈറലാകുന്നത്. ഒരുപാട് ട്രോളുകൾക്ക് തലവെച്ച് കൊടുക്കാറുള്ള വ്യക്തികളാണ് കൃഷ്ണകുമാറിൻ്റെ മക്കളും ഭാര്യയും എന്നെല്ലാവർക്കും അറിയാം. കൃഷ്ണകുമാറും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആ ട്രോള് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ബ്ലോക്ക് ചെയ്തതാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ഞാൻ ട്രോൾ ചെയ്ത തമാശ രൂപേണയാണെന്നും ഇതിനു മുൻപും പല സെലിബ്രിറ്റികളെയും ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ അത് തമാശയായിട്ടാണ് എടുത്തതെന്നുമാണ് ഈ യുവാവ് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു കാരിക്കച്ചറിൻ്റെ ഭാഗമായി കോമാളി രൂപത്തിൽ ഹൻസിക്കയും അഹാനയും ഇഷാനിയും ഒക്കെ തന്നെയും ഈ വ്യക്തി വരച്ചിരുന്നു. കോമാളി രൂപേണ ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയ തമാശ എലമെൻറ്റും ഉണ്ടായിരുന്നു. ഒരു ട്രോള് പോലെ തന്നെയായിരുന്നു എന്ന് പറയാം. ട്രോളുകൾ ഈ കുടുംബത്തിന് എന്നും ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രോള് വന്നപ്പോഴും ആളുകൾ അത് ഏറ്റെടുത്തു. അതോടെ പ്രേക്ഷകരുടെ സംസാര വിഷയമായി ഇത് മാറി. അങ്ങനെയാണ് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. എന്നാൽ ഈ വ്യക്തി ഇപ്പോഴാണ് ഇതറിയുന്നത്. ദിയ മാത്രമാണ് ബ്ലോക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് ദിയയോട് ക്ഷമയും ചോദിക്കുന്നുണ്ട്. ദിയ എന്നോട് ക്ഷമിക്കണം, സഹോദരിമാരോടും അമ്മയോടും എന്നോട് ക്ഷമിക്കാനും പറയണം. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ റീല് പോസ്റ്റ് ചെയ്തിട്ടില്ല, സമ്മതിച്ചു. ഒരാൾക്കത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ പറയേണ്ട കാര്യം എനിക്കുണ്ട്. നിങ്ങളുടെ ആർട്ടാണിത്, അത് സമ്മതിച്ചു. എന്നാൽ അത് കാരണം ഒരാൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സോറി ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തുവെന്നും ഇതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തതെന്നും അത് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെത്തുമ്പോൾ പ്രേക്ഷകർക്ക് അത് സന്തോഷമാകുന്നുണ്ട്. ഇനി വീണ്ടും ട്രോളാതെ അല്ലെങ്കിൽ ട്രോളുകാർക്ക് ഇട്ടുകൊടുക്കാതെ നന്നായി തന്നെ അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെയും അത് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഹൻസിക്കയും അഹാനയും സിന്ധു ഒന്നും അന്യരല്ല. അവരെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകൾ ഇവർക്കും വേദനയായി മാറും. ഇവരുടെ ആരാധകരുണ്ട്. ഹൻസികയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതെന്ന് പറയണം. അത്രമാത്രം ഫാൻസ് പേജുകളാണ് ഹൻസികയ്ക്ക് സ്വന്തമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്ത് വാർത്ത വന്നാലും ഹൻസികയെക്കുറിച്ചാകുമ്പോൾ അത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വിഷമമാകും. ഹൻസികയ്ക്ക് ഒരു പക്ഷേ ഒരുപാട് വിഷമമായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അഹാനയും ഈശാനിയും എല്ലാം ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. സാധാരണ ഇവരെ ട്രോളുന്നവരൊക്കെ തന്നെ ഇവർ മിണ്ടാതിരുന്ന് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. ആദ്യമായിട്ടാണ് പ്രതികരിച്ചെത്തിയത്. അല്ലെങ്കിൽ ഇതിനു മുൻപ് പ്രതികരിച്ചത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഇത്തരത്തിൽ ഇവരുടെ മോശമായ കാരിക്കച്ചർ വരച്ചതിനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവർ ബ്ലോക്ക് ഇട്ടിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും കണ്ട് നേരിട്ട് സംസാരിച്ചാൽ ഈ തെറ്റിദ്ധാരണ മാറുമല്ലോ എന്നും നിങ്ങൾ തമാശ രൂപേണ വരച്ചതിന് ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.